ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധമ്മ വ്ളോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മിണ്ടാട്ടം ഇല്ലേ? ഒരപ്പം തിന്നു രാവിലെ, ചായ കുടിച്ചു രാവിലെ, പഞ്ചാരി തിന്നു രാവിലെ, എന്നിട്ട് ഒരു ഊരില്ലല്ലോ. ബിസ്ക്കറ്റ് തിന്നു രാവിലെ, ബിസ്ക്കറ്റ് തിന്നു രാവിലെ. ഒരു സ്വാഗതം പറയണം കേട്ടോ. അങ്കമാടി പോയപ്പോഴത്തേക്ക് ചമ്മലായല്ലോ. സ്വാഗതം. അന്ന് ഇപ്പൊ എന്റെ കല്യാണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വാഗതം പറയും. അപ്പോൾ ഇവർ ഓർക്കാപ്പുറത്ത് പറയാണ്ട് വന്നിട്ടുണ്ട്. ഇവര് ബാംഗ്ലൂർ പോയത് ഇടുക്കിയിലോട്ട് വഴി ഇങ്ങനെ അവന് ഗൂഗിൾ മാപ്പ് പോയതാന്ന് തോന്നുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സന്തോഷമായി. 2 ദിവസം എങ്കിൽ 2 ദിവസം, 2 ദിവസമല്ല, 1 മാസം ഉണ്ടാവും. പേടിക്കണ്ട. 1 മാസമൊക്കെ 1 മാസം അങ്ങനെ പറയണ്ട. നമ്മളങ്ങനെ പറയണം. അപ്പൊ എന്തായാലും അവർ വന്നുകൊണ്ട് ഒരു സന്തോഷമായി. പിന്നെ എന്നാ പറയുന്നത്, ചേട്ടായിക്കും വലിയ സന്തോഷമായി പോയി കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മളിങ്ങനെ പൊളിച്ചടുക്കുവാണ്. ഇനി ഞങ്ങൾ കളത്തിലോട്ട് ഇറങ്ങുവാണ്. നമ്മുടെ വ്യൂസൊക്കെ കൂടുമോന്ന് നോക്കണം, സബ്സ്ക്രൈബേഴ്സ് കൂടുമോന്ന് നോക്കണം. അതിനൊക്കെ ഉള്ള പരിശ്രമത്തിലാണ് ഞാനും എൻ്റെ മക്കളോട് അങ്ങോട്ട് നോക്കി പോയി ടാറ്റാ പാടിക്കുന്നത്. ഞാനല്ലേ ഒളിഞ്ഞു നോക്കിയിട്ടുള്ള പരിപാടികളാണ് ഞാൻ ടാറ്റയൊക്കെ കാണിക്കുന്നത്. ഞാനിയെ പോയി. അപ്പോൾ ഇന്നത്തെ നല്ലൊരു വിശേഷം കാര്യങ്ങൾ വരും കേട്ടോ. ഇവരെല്ലാവരും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കൊടുത്ത് വീഡിയോ ഉണ്ടോ. ഓടിച്ചല്ലേ ബലൂണ് പിടിച്ചോണ്ട് നിൽക്കാതെ. കഞ്ഞി ഇപ്പൊ വെച്ചു. അല്ല, നിങ്ങള് വരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഞാൻ വെച്ചത്. പാവയ്ക്കാൻ മെഴുക്കുവരട്ടി. എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതാ. വേറെ ഒന്നും പറയല്ലേ, വേറെ എല്ലാം ബീഫുണ്ട്, മീൻകറിയുണ്ട്, സാലഡുണ്ട്, പിന്നെ ഉപ്പിലിട്ടുണ്ട്. അത് മാത്രം മതി. മാങ്ങ പെരട്ടുണ്ട്. അതെ. പിന്നെ എന്താ ഉള്ള ചിരി ചോറുണ്ട്, കുത്തരി ചോറുണ്ട്. അല്ലേ ഞാൻ ചൂട് വെള്ളമുണ്ട് കുടി. അവൻ പിന്നെ വന്നോ വീട്ടിക്ക്? എന്നൊക്കെയാ കറി വേണ്ട? അപ്പൊ കറി തന്നെ വേണ്ട? സവാളയോ? കൊച്ചിന് പാവയ്ക്ക് ആരാടാ കോരിയിട്ടത്? കൊച്ചിന്റെ പാത്രത്തി. അമ്മോ, കൊച്ചിന്റെ പാത്രത്തി. നല്ലതാണോ? തിന്നു നോക്കിയേ പെട്ടെന്ന്. ഇല്ലേ? അത് പൂവാ. തിന്നോ പെട്ടെന്ന്. ചോറ് തിന്നു. നിങ്ങളവിടെ ചാക്രിയാണോ? എന്നാ പറ്റിയോ ഇപ്പൊ? എനിക്കും കുത്തരിയാ ഇഷ്ടം. നമ്മളാറ്റേരെ വെച്ച് കുത്തരി മാത്രമായിരുന്നു മേടിക്കുന്നത്. പക്ഷേ പപ്പായ്ക്ക് ചാക്കരിയാ ഇഷ്ടം. അങ്ങനെ ചാക്കരിയായി. പക്ഷെ ഇപ്പം പപ്പ കുത്തരി മേടിക്കാൻ തുടങ്ങി. തിന്നുന്നില്ല, വലിയ കാര്യമായിട്ടൊന്നും ചോറ് തിന്നുന്നില്ല. അവിടുന്ന് ചോറ് തിന്നുന്നേ ഉള്ളൂ ഉച്ചയ്ക്ക്. ചൂട് കുത്തരിച്ചോറും ഇച്ചിരി തൈരും ഇച്ചിരി ഉപ്പൂരും മുളകും കൂടെ കിട്ടിയ കുഞ്ഞുള്ളി പൊളിച്ചിട്ട് മോരും കൂടെ നല്ലതാ തൈരും. നിങ്ങളുടെ അടുത്ത ചൂടിന് തൈര് നല്ലതല്ലേ? തൈരും മോരും വിയർക്കും. അയ്യോ പറ്റിയല്ല, ചൂടില്ലല്ലോ. എനിക്ക് പക്ഷേ ചൂടാ. ഞാൻ ഫുൾ ടൈം ഫാനാ. അയ്യോ പറ്റത്തില്ലേ? അയ്യോ എനിക്ക് ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ ചേട്ടായി വരുമ്പോഴല്ലേ ഫുള്ള് സന്ധ്യ കഴിഞ്ഞാൽ ഓഫാക്കത്തേ ഇല്ല. എന്നാ കഴിക്ക്. ഇല്ലേ? അപ്പം ഞങ്ങൾ ഇവിടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോവാ. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ. ഞാൻ ആപ്പിളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ട് നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. ഫ്രൂട്ട് സാലഡ് എന്നാ? ഫ്രൂട്ട് സാലഡ് ഫ്രൂട്ട് സാലഡ്. ഞാൻ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞെടുത്തു. ഫ്രൂട്ട്സ് 2-3 ഐറ്റം ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ചിയ സീഡും അതുകൊണ്ട് തന്നെ ഇച്ചിരി ബദാമും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് അവർ കിടക്കുക കേട്ടോ. അപ്പോൾ എണീറ്റ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സംഭവം ഇത് ചേർക്കാം. അതിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. എടുത്ത് കഴിഞ്ഞാൽ അവൾക്ക് ഇത് ആവശ്യമാണ്.
ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു മാങ്കോ കൂടെ കഷ്ണം കൊടുത്താവും മൂന്നരക്ക് ഇങ്ങനെക്ക് വേണ്ട സിന്ധുമേ ഫ്രൂട്ട് സാലഡായിട്ട് മതി ഇപ്പം വേണ്ട ഇപ്പം വേണ്ട അതേ കസാരയെല്ലാം വലിച്ചിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് നോക്കാനായിട്ട് കാണാനായിട്ട്. ഇതാ ഫ്രൂട്ട് സാലഡ് തട്ടേ. ഞാൻ പപ്പാട് കഴിഞ്ഞ ദിവസം പറഞ്ഞ 2 ബോൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടെന്ന്. അതിന് മേടിച്ചോണ്ട് വന്നിട്ട് ഐസ്ക്രീം വെറുതെ അല്ല പപ്പ ഇന്ന് പറഞ്ഞു പാപ്പോടെ ഐസ്ക്രീം മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അവധിയല്ലേ അപ്പൊ എല്ലാത്തിനും കൊടുക്കും ചേട്ടാക്കി അറിയാം. അതിന് വേണ്ടിട്ട് മേടിച്ചോണ്ട് വന്നിട്ടാ നിനക്കുള്ളത് വേണ്ട ഇതാ കുൽഫി നല്ല എനിക്കറിയത്തില്ല ഞാനൊന്നും ബുദ്ധിമുട്ടില്ലാതാ. ഞാനിപ്പോ ഈ ഫ്രൂട്ട് സാലഡിന് ഇതേ അരിഞ്ഞു വെച്ചു. അപ്പൊ ഞാൻ ഇതാണ് അവള് വന്ന് വേണോ വേണോന്ന് ചോദിക്കുന്നേ. പറഞ്ഞില്ലേ നിന്നോട്? ഞാൻ പറഞ്ഞു വേണ്ട ഉറക്കപ്പിച്ചില് ഓടിക്കോ ഏതാ പൊട്ടിച്ചില്ല. ഇതൊന്നും കൊള്ളില്ല ഇടാനായിട്ട്. ഫ്രൂട്ട് സാലഡിൽ മറ്റേ ഇതല്ല ഇടുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ചോക്ലേറ്റിന്റെ ചൊവയായിരിക്കും തോന്നുന്നുണ്ട്. അത് ഇതല്ലേ കറുത്തല്ലേ? അത് ഗുൽഫി ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഗുൽഫി അല്ലേ? ഈ കമ്പില് വെക്കുന്ന അതും ഐസ്ക്രീം തന്നെയാ സംഭവം. കുൽഫിയാണ് നമ്മുടെ ഞാനാണ് ബോൾ ഐസ്ക്രീം വെളുത്തതേ ഞാൻ തിട്ടുള്ളൂ. അത് മേടിച്ചോണ്ട് വരാൻ പക്ഷെ കറക്റ്റ് ഞാൻ കട്ടി കടിച്ചാ കറക്റ്റ് സമയത്ത് വന്നു. ഞങ്ങളെയാണ് ഗെയ്സ് വന്നപ്പോ തൊട്ട് അവൻ മരിച്ചോണ്ടിരിക്കുക. എനിക്ക് വരാൻ പറയാൻ പറ്റുമോ? അതാ ഞാനും അത് തന്നെ പറഞ്ഞു. അത് മാങ്കോടെ ടേസ്റ്റ് ആയിരിക്കും. മാങ്കോ ടേസ്റ്റ് ഇല്ലാത്തതൊന്നും ഇല്ലല്ലേ? എന്തൊക്കെയുണ്ട്? ചിയാസീഡാണോ അത്? ചിയാസീഡ് ഉണ്ട്. ചിയാസീഡ് പൊങ്ങണാരെന്ന് തോന്നുന്നല്ലോ. പിന്നെ കൊതുന്നിരിക്കുന്നല്ല സെറ്റായിട്ട്. പിന്നെ ആപ്പിൾ ഉണ്ട്, മാങ്കോ ഉണ്ട്. അതിനിടയ്ക്ക് ഇവള് വന്ന് കണ്ടുപിടിച്ച് കേട്ടോ. ഇവള് തന്നെ ഫ്രിഡ്ജ് തുറക്കാനൊക്കെ പഠിച്ചു. ജാനിയല്ലേ? കണ്ടുപിടിച്ചിട്ട് ഇന്നമ്മേ അതിനകത്ത് ഐസ്ക്രീം ഉണ്ട്. ഞാൻ ഇല്ലടി വീട്ടിലിരിക്കുന്ന ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ അതൊരു എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തിന്നാതെ എടുത്ത് അവിടെ വെച്ചു. ഇന്നലെ തന്നെ കൊണ്ടുവന്നേ. മിനിങ്ങാന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ മിനിങ്ങാന്ന് കൊണ്ടുവന്നില്ല, ഇന്നലെ കൊണ്ടുവന്നേ. എന്നിട്ട് രണ്ടു പറഞ്ഞു ഇത് തിന്നോന്ന് ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചു. എന്നിട്ട് അത് അവള് കണ്ടുപിടിച്ചിട്ട് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വേറെ പാത്രത്തിൽ വെച്ചിട്ടായിരുന്നു. നിൽക്കുന്നു ഇല്ല തരാൻ പറഞ്ഞോണ്ട് വലിയ ഞാൻ കൊടുത്തു. പറഞ്ഞു അമ്മോനോട് പറയരുത് പനി അന്നേരം നമ്പാൻ വെക്കുന്നതാണ്. ബാക്കിയുള്ള കുളിപ്പിച്ച് വെച്ചാൽ പനിയായോണ്ടേ പനി കുറഞ്ഞു. നല്ല മൂക്കൊലിപ്പാ അവക്ക്. ഞങ്ങക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ ആരും വീഡിയോയിൽ ഡിസ്റ്റർബ് ആണെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല കേട്ടോ. നമ്മുടെ കാലാവസ്ഥ ചേഞ്ച് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സൗണ്ട് വേരിയേഷൻ വരും, മൂക്കൊലിക്കും. അപ്പൊ ഇപ്പൊ എനിക്ക് സൂസൻ ചിക്കൻ തന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇച്ചിരി കിട്ടി. 2 കൂടെ ആയിട്ട് പ്രിന്റിന്റെ എഴുതും ഒരു റെമില ചേച്ചിയും കൂടെ തന്നെ. അപ്പൊ ഇത് വെട്ടി അടത്തി വെക്കുവാണെങ്കിൽ നാളെ ആയിട്ട് വെയിറ്റാണ്. എല്ലാരും ഒന്ന് കൊതി എടുക്കട്ടെ. ശരിയാക്കി തരുന്നുണ്ട് എല്ലാത്തിനും. ഞാൻ പറഞ്ഞു കേട്ടോ ഇപ്പൊ തന്നെ കയ്യോടെ വെട്ടാമേ. 2 ചക്ക ഉണ്ട് കേട്ടോ. 2 തുണ്ടുണ്ട്. 2 മൂത്താട്ടോ. നമുക്ക് വേവിക്കാനായിട്ടൊക്കെ സൂപ്പറാ അല്ലേ? വേവിക്കാല്ലേ അമ്മേ? നാളെ ഇന്ന് വെട്ടി അരിഞ്ഞു വെക്കാം. നാളെ നമുക്ക് ഇച്ചിരി ചിക്കനൊക്കെ മേടിച്ച് വേവിക്കാം. ചിക്കനും ചക്കയും തിന്നാൻ ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ. നാടൻ കോഴി വെല്ലുവിളിച്ചോട് വെച്ച് നോക്കണുണ്ടോ? അത് നാടൻ കോഴി അല്ലെങ്കിലും എന്ത് കോഴിയാലും കുഴപ്പമില്ല. മധുരം കുറച്ച് മതി. നമ്മള് വണ്ണം കുറയ്ക്കുമ്പോ ഏറ്റവും കൂടുതൽ ഷുഗർ കട്ട് ചെയ്യാം. അമ്മ കറുത്തം പഠിച്ചെന്ന് ഉദ്ദേശിക്കുന്ന അമ്മക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല ഗൈസ്. ചോക്ലേറ്റ് ഇഷ്ടമല്ല. ചോക്ലേറ്റ് ഞാൻ ഇങ്ങോട്ട് മെലിയാൻ വന്നപ്പോ ഈ അമ്മ എന്നെ തടിച്ചാക്കുവോ? ഞാൻ ഒരാഴ്ച ഷുഗർ കട്ടൊക്കെ ചെയ്തിരുന്നതാ. ഇനി അത് തിന്നാണ്ടിരിക്കാൻ പറ്റുമോ? ഇന്നലെ ഇച്ചിരി ഷേക്ക് അടിച്ചു കുടിച്ചു. അതിനകത്ത് ഒരു ശകലം ഒത്തിരി ഒരു എത്ര മാസം കൂടി ഇച്ചിരി പഞ്ചസാര ഇട്ടായിരുന്നു. ഷേക്കൊക്കെ അടിച്ച് കുടിച്ചാൽ മതി. ഫ്രൂട്ട് സാലഡാന്ന് എടുത്ത് ചോദിച്ചതേ ഇങ്ങനത്തെ ഐസ്ക്രീം അല്ലേ ഇടുന്നതെന്നൊക്കെ ഇവള് പറഞ്ഞു. ഇവര് കൂടിയേരത്തെ ആൾക്കാർ. ഞാനൊക്കെ സാധാ
ചിയ സീഡ്, ബദാം. ആ ഞാനെന്നാ ചുമ്മാവാ എല്ലാം ഇട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഫ്രൂട്ട് സാലഡ് എന്ന് വേണേൽ പറയാം, സാധാ ഫ്രൂട്ട് സാലഡ് എന്ന് പറയാം. ഞങ്ങളൊക്കെ ഇങ്ങനെ വെറൈറ്റിയാണ്. ഇന്നലെ ആണെങ്കിൽ ഞാൻ പുറത്തെ ഇതെല്ലാം കെട്ടിയേക്കുന്നുണ്ടോ ചെടിയൊക്കെ? പുറത്തൊന്നും ഇവർ ശ്രദ്ധിച്ചില്ല. മറ്റേ ലക്കി ബാമ്പുല മഴ പെയ്തെങ്കിൽ ഒടിഞ്ഞാലോ എന്ന് ഓർത്തെല്ലാം കെട്ടി. രാവിലെ തുടങ്ങി ഒരുക്കി 12:30 വരയ്ക്കാൻ കയറിപ്പോൾ ചേട്ടായി പോയി പറഞ്ഞ് ഇറങ്ങിയതാ. എന്നിട്ട് എനിക്ക് വിശക്കുവാണോ പരവേശം എടുക്കണോ, അതിന് മുമ്പേ കാപ്പിയൊക്കെ കടയ്ക്ക് കയറി കുടിച്ചു. അതിന് ഭയങ്കര ചൂട്. ഒന്ന് തണുപ്പിക്കാൻ തന്നു. ഞാലിപ്പുമ്പഴം ഇരിപ്പുണ്ടായിരുന്നു. ഞാലിപ്പൂമ്പഴം ഇട്ടു, ഒരു 5-6 ബദാം ഇട്ടു, 5-6 നട്ട്സ് ഇട്ടു, പാലിൻ്റെ ആ പാടയും പാലും അങ്ങോട്ട് ഇട്ടു, ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടടിച്ചു. പിന്നെ ഒരു 6 മണി വരെ എനിക്ക് വിശന്നുമില്ല. നല്ലതായിരുന്നു, സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു. നമുക്ക് നാളെ അടിക്കാം. എന്നാ നമുക്ക് മധുരം ആണോ? ഉണ്ടായി. പക്ഷെ ഞാൻ കാണിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു. മാങ്ങാപ്പഴം അരിഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ ഒരു പീസ് കൈ കൊടുത്തു. ഇഷ്ടമെന്ന് പറഞ്ഞു. വേണ്ട സിന്ധുമേ ഇപ്പം വേണ്ട, ഫ്രൂട്ട് സാലഡ് ഉണ്ടായി കഴിഞ്ഞിട്ട് മതിയെന്ന്. എന്നാൽ ഉറങ്ങട്ടെ, നല്ല ഉറക്കം പോയതല്ലല്ലോ. ചക്കയും വെട്ടി വെക്കാൻ നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ച് വരും, പണി കഴിയിക്കാൻ. എൻ്റെ പോലെ സന്ധ്യയാകുമ്പത്തിനുമേ ഞാനും ഇപ്പോൾ തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നത്, വെള്ളം ചൂടാക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് തിന്നട്ടെ. ദേ ഇതൊക്കെ കുറച്ചേറെ കഴിച്ചു എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ പഞ്ചസാര ഇടണ്ടായിരുന്നു അല്ലേ? നാളേക്ക് ഇനിയിപ്പോൾ ഉണ്ടാക്കുമ്പോൾ തേനില്ലായിരുന്നടാ എൻ്റെ കയ്യിൽ, ഇച്ചിരി ഇല്ലായിരുന്നു. ഞാൻ തേൻ ഇച്ചിരി മേടിക്കണമെന്ന് ഓർത്തിട്ട്. കട്ടപ്പനയ്ക്ക് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നല്ലതാണ്. അവിടുന്ന് ആണോ കൊണ്ടുവന്നോ? എവിടെ ആണോ? എവിടോട്ടാ കൊണ്ട് കൊടുക്കണ്ടേ? അയച്ചാ ആണോ? ആണോ? മുകേഷ് മാങ്ങാന്നിടാഞ്ഞു നന്നായി. കൊച്ചിട്ടാണോ മുകുന്ദൻ മാങ്ങാന്ന്? അയ്യോടാ ആണോ? എന്നാ ഞാനിച്ചിരി മുകുന്ദൻ മാങ്ങ തട്ടട്ടെ. പപ്പ ഇപ്പൊ വീഡിയോ കോൾ വിളിച്ച്, അവള് വന്ന് മറിഞ്ഞ് കടലൊക്കെ ഞാനും ചെറുതായിട്ടൊന്ന് മങ്ങിപ്പോയി. ഞാൻ ഉറങ്ങുന്നതല്ല പോലെ. എന്നിട്ട് അന്ന എണ്ണി കുളിച്ചേക്കാൻ നോക്കി. ഞാൻ എണ്ണി കുളിക്കാനായിട്ട് എണീറ്റപ്പോഴത്തേക്കും ചേട്ടായി വീഡിയോ കോൾ വിളിച്ചു. ഞാൻ ഞാൻ കുളിക്കാൻ പോകാം, വീഡിയോ കോൾ വിളിക്കുന്നല്ലോ. കൊച്ചെന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു കൊച്ചുറങ്ങുമെന്ന് പറഞ്ഞു. അതിനാ താഴെ കുത്തിയിരുന്ന് ചക്കയൊക്കെ വെട്ടി ഞങ്ങൾ അടത്തി വേവിക്കാൻ എടുത്തു വെച്ചപ്പോഴാണ് നമ്മൾ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. ഗൈസ് എന്ത് ചെയ്യാൻ, ആരുടെയൊക്കെ കണ്ണ് കിട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യാനാണ്? ആദ്യം ഞാൻ ഇന്ന് മുറിച്ചതാ വെട്ടിയത്. അത് കുറച്ച് പിന്നെ എല്ലാവരും കൂടെ പച്ച എന്നാലും തിന്നുകയും 5-6 അറുമണിക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് മുറിച്ചതിന് പുളിയുണ്ട്. അവർ ഇന്നലെ മുറിച്ചതുകൊണ്ട് അത് സൂസൂം ചേച്ചിയുടെ ഇന്നലെ മുറിച്ച് വെച്ചത് അവര് ചതിയായി പോയി ആശാനെ. പുളിയുള്ളത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാലേ ഒരു സുഖമില്ല. അല്ലെ നാളെ ചിക്കനും ചക്കയും ഞങ്ങൾ തിന്നേനെ. അത് വലിയ ഡയലോഗ് അടിച്ചോണ്ടാന്ന് തോന്നട്ടെ. ഇപ്പൊ ഞാൻ പുളി കൂടി വരുക. അപ്പൊ പിന്നെ ഞങ്ങളതേ പിന്നെ ഞങ്ങക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോവാണ്ട് ചോറൊന്നും വേണ്ട. ചക്ക വെച്ച് ഞങ്ങൾ 3 ദിവസം ഈ ചക്ക വെച്ച് തിന്നീർക്കൂല. പിന്നല്ല അല്ല ജാനിയും ചക്കയുടെ ആളാണ്. ഞാൻ ചില കാര്യത്തിലൊക്കെ ജാനി കൊല്ലന്താനത്തിന്റെ സ്വഭാവം കാണിക്കും. ചക്ക മാങ്ങ തേങ്ങ ഇതൊക്കെ ആക്രാന്തമായിരിക്കും. അല്ല ജാനി? അപ്പൊ ഞാൻ പറയും ഇത് കൊല്ലന്താനത്തെയാണ്, അതുകൊണ്ടാണ് ദേ ഇങ്ങനെ കേട്ടോ. ഒന്നും കൂടെ അതല്ലേ കുരു അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ചക്ക ഇവിടെ ഉണ്ട്, ചവണി ഇവിടെ ഉണ്ട്. ഇങ്ങനെയാട്ടോ ഞങ്ങൾ റെഡിയാക്കുന്നത്. അപ്പൊ പിന്നെ ഇരട്ടിപ്പാടില്ല.
ആ നക്ഷത്രത്തിന്റെ വില പറയാ എന്നാന്നോ ഇപ്പൊ കോട്ടയത്തെ ചേച്ചി വിളിച്ച് പൊരുത്തി പറയാ ശാന്തമ്മേ ഞാൻ എന്നാണേലും 1 മാസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ അവിടെ ഭയങ്കര കറണ്ട് ബില്ല് വരും, AC ഇട്ടിട്ടുണ്ട്. ഞാൻ ദാണ്ട് ഈ ട്യൂബ് മാത്രമേ എടുത്തോളായിരുന്നു. ഇത് നോക്കി പിറക്കി ചുറ്റിനുമുള്ള ലൈറ്റ് മൊത്തം ഇട്ട് വെച്ചേക്കോ. അപ്പൊ നീ ഞങ്ങള് പ്രകാശപൂരിതമായിട്ട് വെളിച്ചമായി മാറണം. നീ വെളിച്ചമാക്കാൻ വന്നാണോ ഞങ്ങളെ? ഭയങ്കര ഭാഷം കാണീരൊക്കെ കേട്ടോ, ഭയങ്കര ഭാഷം കാണീര്. പാപ്പു വരുന്നത് നോക്കി മുറ്റത്ത് ഇറങ്ങിയിരിക്കുക എല്ലാരും കൂടെ. പെരക്കകത്ത് ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. അല്ല ഇന്നലെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞ അവര് കറങ്ങാൻ പോവാ ബാംഗ്ലൂരും കണ്ടായ. അവിടെ ഓട്ടോ വന്നിട്ടുണ്ട്, ബാപ്പു ആണോന്ന്. അയ്യോ മന്ദകുത്തി അങ്ങനല്ല, നിന്നോട് കല്ലടി. എന്റെ മോനെ മതി, ബാപ്പുവിനെ പേടിപ്പിക്കാനായിട്ട് നിന്നതാ. തെറത്തിച്ച് മണമുണ്ടോന്ന്? അതിന് ഇത് മുന്തിരിക്ക് കൂർക്കൻ ചാടിയ മാതിരിയാണല്ലോ. പുലി വന്ന കഥയാട്ടോ കൊച്ചു ഇതെനിക്കുള്ളതാണോ? എനിക്ക് വേണ്ട എന്റെ പൊന്നു. നിന്റെ ബാപ്പു നിനക്ക് കൊണ്ടുതന്നത് നീ തിന്നാ മതി. അതെ, വല്യപ്പന്മാരിങ്ങനെ പൊഞ്ഞു കെട്ടി. നിനക്കും ഒരു വല്ലപ്പൻ ഉണ്ടായിരുന്നു, കാഞ്ചിയാറ്റിയ വല്ലപ്പം മേടിച്ചു തരുമായിരുന്നു. ഉപ്പേറെ വല്ലപ്പനും വല്ലപ്പോഴും ഒക്കെ മേടിച്ചു തരുമായിരുന്നു. ഓ കുരു കേക്ക് എന്നതാ കുരു കണ്ടില്ലേ? ചക്കരപ്പൊന്ന് ആറ ചക്കരപ്പൊന്ന് ചക്കരപ്പൊന്ന് ചക്കരപ്പൊന്ന്. പപ്പുന് ഛർദിച്ചുകൊണ്ട് ഒരു സങ്കടം കേട്ടോ. ഓ രാവിലെ അതവിടെ വെയ്, ഇവിടെ വെയ്, കെട്ടിപ്പിടിച്ചിരുന്ന അവിടെ വെയ്, പാപ്പു തരാം, അവിടെ വെയ്. 1 2 3. മതി ഇനി പോയി കുളി. പോയി എടുത്തോട്ട് പോയി തിന്നെ. രാവിലെ തന്നെ ഒരാളെ കുളിപ്പിച്ച് ഒരുക്കി സുന്ദരക്കുട്ടനാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടാനായിട്ട് എന്തിനാ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ ഞാൻ 2 ചീത്തയൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് വലിച്ചു പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അല്ല ചാരിക്കുട്ടി, ബെല്ലൊക്കെ എന്തിയേ? പറിച്ചോ രാവിലെ തന്നെ? ബെല്ലില്ലായിരുന്നല്ലേ? അമ്മ അമ്മ രാവിലെ തന്നെ പണി എന്നാ? ചിക്കനോ ബീഫോ എന്തെങ്കിലും ആയിരിക്കും, അല്ല പോർക്കായിരിക്കും. കാന്താരി കറിയോ? വേണ്ടിയിരുന്നില്ല. ഞാനേ നമ്മുടെ അയ്യപ്പൻകോവില് പുതിയ ഇതായിട്ടൊക്കെ പണിയൊക്കെ ചെയ്തില്ലേ, അമ്പലം. എന്നിട്ട് അവിടെ ഒന്നും പോയില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒക്കെ തുടങ്ങി പോണോന്ന് വിചാരിച്ചോണ്ടിരുന്നു, പോയില്ല. എടി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടോ, പോയില്ലായിരുന്നു. അപ്പൊ ഇവര് വന്നില്ലേ, അപ്പൊ ഞാൻ ഓർത്തെന്നാ
ഇന്ന് വൈകിട്ട് നമുക്ക് അവിടെ പോയി ഒന്ന് ദീപാരാധനയൊക്കെ കൂടാം. ഈ മാസം ഫുള്ള് ഇന്ന് 31 തോന്നുന്നു ഡേറ്റ് കേട്ടോ. അപ്പൊ ഈ ഒരു മാസം മൊത്തം നമ്മൾ ഒരു ആവത്തുമ്പോഴത്തെ കാത്ത് പരിപാലിച്ചില്ലേ ഭഗവാൻ. അപ്പൊ അവിടെ ഒന്ന് പോയി തൊഴുവൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഇന്നത്തേന് ഇറച്ചിയും മീനും ഒന്നും വേണ്ട, കറി എളുപ്പമില്ലേ, ഇറച്ചിയും മീനും അതിനിട്ട് പണിയുണ്ടേ. അപ്പൊ ഇപ്പൊ ചേട്ടായി വിളിച്ചു ചോദിച്ചു, മതി മതി പറഞ്ഞ ഇറച്ചിയോ എന്നേലും മീനോ എന്നേലും വേണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയി ചേട്ടായി ഒന്നും വേണ്ടത്. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ച എന്നറിയോ, ഇടിഞ്ചക്ക തോരൻ. സൂപ്പർ കഴിഞ്ഞു. മതി 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 മതി, താങ്ക് യു. ഒരു ട്രിപ്പ് വെച്ചത് കഴിഞ്ഞു. അപ്പൊ അടുത്ത ട്രിപ്പ് അപൂർവ കിട്ടിയ ഒരു ഇടിഞ്ചക്ക തോരൻ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അവരോ വിച്ചുനും ഇഷ്ടാ. ഇടിഞ്ചക്കത്തോരം വെക്കാൻ വേണ്ടിട്ട് ഞാൻ കാന്താരി പറിക്കാൻ ഇറങ്ങിയതാ. ഇന്ന് നേരത്തെ എല്ലാം തല്ലിക്കൂട്ടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റീൽസും കാര്യങ്ങളും ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചോണ്ടാ. വൈകിട്ട് നമുക്ക് അമ്പലത്തിലും പോകാം. അതാണ് ഇന്നത്തെ വിശേഷം പരിപാടിയും കാര്യം. നാളെ വേറൊരു അമ്പലത്തിൽ പോകാൻ അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അത് ഭയങ്കര എത്ര ഞാനൊക്കെ ഒരു 10 വർഷത്തിന് മേളായിട്ടുണ്ട് പോയിട്ട്. അത് അടുത്ത ദിവസം നാളെ 1-ാം തീയതി അവിടെയും പോവാം. അവിടെ പോവാം. അപ്പൊ ഒരു കരിയാപ്പിലയും കൂടെ പറിക്കണം. ഞങ്ങളുടെ കറിവേപ്പിലൊക്കെ ഉണങ്ങി പോവാ തന്നെ അമ്മേ. അത് പിന്നെ നമുക്ക് അല്ല പീരീഡ്സ് ഞാൻ അങ്ങനെ പറിക്കാറേ ഇല്ല. ഞാനും അമ്മയും പറിക്കാറില്ല. വിച്ചു എപ്പോഴും കറിവേപ്പില കട്ട് പറിക്കുന്നതാന്ന് എനിക്കറിയില്ല കേട്ടോ. അയ്യോ എന്റെ കയ്യെ കൂടെ ഉറുമ്പ് ആണല്ലേ. ഞാൻ 2 കരിയാപ്പിലയും കൂടി എടുത്തു. എന്നിട്ട് ബാക്കിയൊക്കെ എനിക്ക് പറിക്കാത്തുണ്ട്. ആ ഫ്രണ്ടിൽ നിന്ന് 2 കറിവേപ്പ് ഉണങ്ങിപ്പോയി വലുത്. അയ്യോ എന്നാ അതായത് 4 ഓടിച്ച് കാണും. ആയിരിക്കും ആണല്ലേ. ഞങ്ങള് നോർമലി പറിക്കാറില്ല. ഞാൻ വിച്ചുവിനെ വിടുള്ളൂ, അമ്മയും വിച്ചുവിനെ വിടുള്ളൂ പറിക്കാൻ. ഞാൻ വലിയ പൊന്നകത്ത് പൂതമുളക് നട്ടു പിടിപ്പിച്ച. ഇനി അത് മഴക്കാലം ആകുമ്പോൾ ഒന്ന് വെട്ടി വിടണം. നമുക്ക് അവാത്താക്കി പൊക്കം കുറച്ച് വിടുവാണെങ്കിൽ വെട്ടി വിടാന്ന് വിചാരിച്ചിരിക്കുന്നു. സന്തോഷമൊക്കെ അവരൊക്കെ വെട്ടി വിട്ടിട്ട് അവരുടെതല്ല ഈ ഒരു പൊക്കത്തിൽ നിൽക്കുക. ആണോ കരിയോ എന്ന് പേടിച്ചിട്ടാ. വലുതായി പോയാലും കുഴപ്പമില്ലല്ലോ. എന്നാലും വളച്ച് പിടിക്കണമെങ്കിൽ പാടില്ല. ഈ വലിയ മരവും വെട്ടണമെന്ന് വിചാരിച്ച ഈ ചെടിയോ ഇത് വെട്ടണം, നല്ല പൂവുണ്ടാകത്തില്ലേ. പക്ഷെ കയ്യാലൊക്കെ ഇടിയും. ഈ ഒരു പരുവത്തിൽ നിർത്തുവാണെങ്കിൽ അങ്ങനെ നീളൂല്ലോ. അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ അപ്പൊ ഇടിഞ്ചക്കത്തോരനൊക്കെ വെക്ക്. അപ്പൊ ഇടിഞ്ചക്കത്തോരനായിന്ന് കേട്ടോ. ചൊച്ചിനോടാ കേട്ടോ പറഞ്ഞേ. ചൂനക്ക് എന്നാ വേണ്ടേ? സിപ്പപ്പോ? എന്റെ അമ്മ പനിയും ജലദോഷം ഉള്ളടത്ത് സിപ്പപ്പ് കൊള്ളാവും. ചൂനി ഇന്നലെ ചിന്തമ്മ കുഞ്ഞിന് എന്തെങ്കിലും തന്നായിരുന്നോ? ഇന്നലെ പിച്ചിന്ന് എന്തെങ്കിലും തന്നായിരുന്നോ? ഓ നിന്റെ അപ്പച്ചന് ഇച്ചിരി സിപ്പപ്പൊക്കെ മേടിക്കും. ഇന്ന് 1 രണ്ടാമത്തേന് എന്നെ വെല്ലുവിളിയാ. ഞാൻ എന്റെ സിപ്പപ്പ ഇന്നമ്മ വീട്ടിൽ പോവും പറയും. ഞാൻ ഇന്നമ്മ വീട്ടിൽ പോവും. വീശടി ഞങ്ങളോട്. അപ്പൊ അമ്മ അപ്പൊ ഞാൻ പറഞ്ഞു നീ അത് ഓടി എടുത്തോട്ടെ, ഞാൻ പോടി എന്റെ ജാനകി എടുത്തോട്ടെ, ഞാനും പോടി എന്റെ ഇടപെടൽ. പക്ഷെ കൊച്ചു വിചാരിക്കുന്നത് ജാനകി എന്ന് പറയുമ്പോ അവളെയാണതാ. വലിയ പിന്നെ എടുത്തിട്ട് പറയാം അല്ല ശുദ്ധ എന്താ പറഞ്ഞപ്പോ അവള് പറഞ്ഞു. എന്നാ പറഞ്ഞാൽ ഇത്രയും കൊച്ചുമക്കൾ ഉണ്ടായിട്ടില്ലേ, അമ്മൂമ്മയുടെ പേര് കിട്ടിയ മുതലാണ്. അമ്മൂമ്മയുടെ സ്വഭാവം കിട്ടിയാ മതിയായിരുന്നു അല്ല ജാനി. അത് കളിക്കട്ടെ കേട്ടോ. കൊച്ചെന്നൊക്കെ ചെയ്തു രാവിലെ. കൊച്ചു മിടിക്കുക, പല്ല് തേച്ചു, കുളിച്ചു, അപ്പം നിന്നു. കല്യാണി പല്ല് തേച്ചില്ല, ഇപ്പം വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓടി വന്നിട്ട് പറയാം അമ്മ ഞാൻ പല്ല് തേച്ചെന്ന്. എന്നാ സൈക്കിളാ പരിപാടി രാവിലെ? എവിടെ പോവാ? അവിടെ കരോട്ട് ജാനകി അമ്മൂമ്മേനെ കാണാൻ പോകുന്നുണ്ടോ? എന്നാൽ സൈക്കിളാ പോയിട്ട് വാ. പതിയെ വഴിയെ സൈഡ് പറ്റി അങ്ങ് പോയാൽ മതി. കാറ് ലോറിയൊക്കെ വരുന്നതിൻ്റെ നടുക്കൂടെ പോകാതെ റോഡിൽ കൂടെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ജാനകി അമ്മൂമ്മേനെ കണ്ടിട്ടോ പോയി. സന്തോഷത്തേടെ വീട്ടിലുണ്ട്, ചിപ്പിച്ചിറ്റേടെ അവിടെ ഉണ്ട്. ചിന്തുമ്മ വരുന്നില്ല, കൊച്ചു തന്നെ പോയിട്ട് വാ. സൈക്കിൾ ഓടിച്ചോണ്ട് പോ. നീ കൊണ്ടുപോ. ഞാൻ സൈക്കിൾ ഓടിച്ചോണ്ട് വന്ന് പോ. അങ്ങോട്ട് വീഴത്തൊന്നുമില്ല, ബ്രേക്ക് പിടിച്ച് പതിയെ ഇറങ്ങിപ്പോണം. എന്നിട്ട് ജാനകി അമ്മൂമ്മനെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ. എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വാ. എന്നാ ഇല്ല പനിയൊന്നും കുഴപ്പമില്ല. എൻ്റെ പൊന്നോ ഒരു ചമ്മുടിയുണ്ട്, ഒന്നും പറയണ്ട. ഹായ് നല്ല പൂവല്ലേ, പൂട്ടപ്പെട്ടോ?